ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നേരറിയാൻ ഇ.ഡി. വരുന്നത് സർക്കാരിനും CPM-നും ചങ്കിടിപ്പേറും. വാസുവിലും പത്മകുമാറിലും തടഞ്ഞു നിൽക്കുന്ന അന്വേഷണം ഇ.ഡിയുടെ വരവോടെ രാഷ്ട്രീയ ഉന്നതരിലേക്ക് തിരിയും. ഇ.ഡിയെ തടയാൻ പണി 18 പയറ്റുകയാണ് സർക്കാർ. കേസ് ഏറ്റെടുത്താലും കള്ളപ്പണം വെളുപ്പിക്കൽ മാത്രമേ അന്വേഷിക്കാവൂ എന്ന് നിബന്ധന വെച്ച് സർക്കാർ. സ്വർണ്ണക്കൊള്ളയിലെ സത്യം ഇ.ഡി വരുന്നതോടെ തെളിയും. കേസുകളുടെ FIR ഉൾപ്പെടെയുള്ള രേഖകളുടെ സർട്ടിഫൈഡ് പകർപ്പ് ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജിയിലാണ് അന്വേഷണത്തിന് തടയിടുവാൻ സർക്കാരിന്റെ ശ്രമം. ഇ.ഡി ഈ രേഖകൾ ആവശ്യപ്പെടുന്നത് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ്. ഇ.ഡി തിരഞ്ഞെടുപ്പിന് മുന്നേ വരുന്നതൊഴിവാക്കാൻ രേഖകൾ കൈമാറുന്നതിന് സർക്കാർ സാവകാശം തേടിയിരുന്നു. ഹൈക്കോടതിയിലെ കേസിൽ ഇ.ഡിയെ എതിർത്തെങ്കിലും ഫലമുണ്ടായുമില്ല. വിവരങ്ങൾ മാറുന്നതിൽ കുഴപ്പമില്ലെന്നും ഇ.ഡി ആവശ്യപ്പെടുന്ന പോലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ മാത്രമേ അന്വേഷണം പാടുള്ളൂ എന്നുമാണ് സർക്കാരിന്റെ വാദം. സ്വർണ്ണക്കൊള്ളയിലൂടെ തട്ടിയെടുത്ത പണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനായാണ് രേഖകൾ ആവശ്യപ്പെടുന്നതെന്ന് എന്നായിരുന്നു ഇ.ഡി വാദിച്ചത്. ഇ.ഡി അന്വേഷണം ഏറ്റെടുത്താൽ രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടികൾക്ക് സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇ.ഡിക്ക് ലഭിച്ചാൽ കേസന്വേഷണം പുതിയ തലങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കൊണ്ടാണ് സർക്കാർ ഇ.ഡിക്ക് തടയിടുന്നത്. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളയിലെയും സ്വർണം കവർന്നതിന് 2 കേസുകളാണ് നിലവിലുള്ളത്. ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന പത്മകുമാറും വാസുവുമടക്കം 8 പേർ ഇതുവരെ പിടിയിലായിട്ടുണ്ട്. എന്നാൽ ഭരണ രാഷ്ട്രീയ നേതൃത്വത്തിലടക്കം അന്വേഷണം നീളമില്ല. ഇ.ഡി അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ സ്വർണ്ണക്കൊള്ളയുടെ പൂർണ്ണ ചിത്രം വ്യക്തമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായത് ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു. ഇ.ഡി കേസ് ഏറ്റെടുത്ത് ഉന്നതരെ പിടികൂടിയാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉണ്ടാവുമെന്നാണ് ഇടതിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.